നമസ്കാരം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് നവാസ് സുലൈമാൻ രചനയും സംവിധാനവും നിർവഹിച്ച നാദിർ ഖാലിദ് നിർമ്മിച്ച ലുക്മാൻ അവറാൻ, സണ്ണി വെയിൻ, ഹരിശ്രീ അശോകൻ തുടങ്ങിയവരൊക്കെ അഭിനയിച്ച ടർക്കിഷ് തർക്കം എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുവാനാണ്. പതിവ് പോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ടർക്കിഷ് തർക്കം. ടർക്കിഷിലെ ഒരു ജുമാ മസ്ജിദിൽ, ഒരു പള്ളിയിൽ മാസിൻ എന്ന ഒരു യുവാവിനെ അടക്കം ചെയ്യുന്നു. അപ്പോൾ മാസിൻ എങ്ങനെയാണ് മരിച്ചത് എന്ന് മാസിൻ്റെ പിതാവായ ഹരിശ്രീ അശോകൻ അവതരിപ്പിക്കുന്ന സുലൈമാനിലൂടെ നമ്മെ കാണിച്ചു തരുന്നുണ്ട് സംവിധായകൻ. മാസിൻ ഒരു യുവതിയുമായി പ്രണയത്തിലാവുകയാണ്. ഇയാൾ പെണ്ണ് കാണാൻ ചെന്ന വീട്ടിലെ വിദ്യാസമ്പന്നയായ പെൺകുട്ടിയാണ് ഇവൾ. അവർ തമ്മിൽ ഇഷ്ടത്തിലാവുന്നു. വീട്ടുകാരൊക്കെ എതിർത്തിട്ട് പോലും അവർ വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിക്കുന്നു. പെൺകുട്ടിയുടെ വീട്ടുകാർ, വാപ്പ മുസ്ലിമും ഉമ്മ അന്യ മതത്തിൽപ്പെട്ട ആളുമാണ്. അതുകൊണ്ട് തന്നെ ഈ വിവാഹം നടക്കാൻ പാടില്ല, നടക്കാൻ താല്പര്യമില്ല എന്ന് മാസിൻ്റെ ബന്ധുക്കളൊക്കെ തീരുമാനിക്കുന്നു. സുലൈമാന് വേറെ നിവൃത്തിയില്ലാതെ സുലൈമാനും അതിന് സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇയാൾക്ക് അവളെ അതിഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടം അവളോട് പറയുന്നു. അങ്ങനെ അവർ തമ്മിൽ ഇഷ്ടത്തിലാകുന്നു, പ്രണയത്തിലാകുന്നു. ഇവരുടെ ഈ പ്രണയം ദൃഢപ്പെടാൻ ഒരു കാരണമുണ്ടായിരുന്നു. ഇവളുടെ യൂട്യൂബ് ചാനലിലൂടെ അവളെ ഇൻസൾട്ട് ചെയ്ത ഒരു യുവാവിനെ ഇവൻ്റെ നേതൃത്വത്തിൽ പോയി മർദ്ദിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മർദ്ദിച്ചതിന് ശേഷം അങ്ങനെ മർദ്ദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് അവൾക്ക് ആ പ്രണയബന്ധം ദൃഢമായി മാറുന്നത്. അങ്ങനെ അവർ ഒരിക്കൽ ബാറിലൊക്കെ പോയി ബിയർ കഴിക്കാൻ കൂട്ടുകാരോട് ഒത്തൊരുമിച്ച് ബിയർ കഴിക്കാനായിട്ട് പോകുന്നു. അവിടെ വെച്ച് ഒരാളുടെ തലയ്ക്ക് ഇവൾ അടിക്കുകയാണ്. ബിയർ കുപ്പി എടുത്ത് അയാളുടെ തലയ്ക്ക് അടിക്കുന്നു. അവരിൽ നിന്നും രക്ഷപ്പെട്ട് വരുന്ന സമയത്താണ് ഇയാൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയും ബൈക്ക് ഓടിച്ചിരുന്ന മാസിന് അറ്റാക്ക് വരികയും ബൈക്ക് മറിഞ്ഞ് രണ്ടുപേരും വല്ലാത്ത ഒരു അവസ്ഥയിൽ എത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവൾക്ക് മാരകമായ പരിക്ക് പറ്റി ഇവൻ മൃതപ്രായനാവുകയോ മെഡിക്കൽ വിഭാഗത്തിൻ്റെ കാഴ്ചപ്പാടിൽ അയാൾ മരിച്ചു. അയാളെ ആണ് അവിടെ അടക്കം ചെയ്തിരിക്കുന്നത്. എന്നാൽ അടക്കം ചെയ്ത് മണിക്കൂറുകൾക്ക് ശേഷം അയാളുടെ ഖബറിൽ നിന്നും അയാളുടെ കരച്ചിൽ കേട്ടു എന്ന് പറഞ്ഞ് ഒരാൾ ഓടിയെത്തുകയും ഖബർ തുറക്കണമെന്ന് വാശി പിടിക്കുകയും, ഖബർ തുറക്കണമെന്ന് വെറുതെ വാശിയല്ല, കുറേ നേരം എടുത്തിട്ടുള്ള ഒരു സുലൈമാൻ കരഞ്ഞു പറയുന്നു, എൻ്റെ മകനാണ് അവിടെ കിടക്കുന്നത്, അവൻ എന്താണ് ഖബറിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നത്, ആ ഖബറിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു കരച്ചിലൊക്കെ ഇവരെല്ലാവരും കേട്ടു എന്നുള്ള രീതിയിലാണ് അവിടെ ധരിപ്പിക്കുന്നത്. എങ്ങനെയായാലും അതിലൊരു യുക്തിയില്ലായ്മ അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം 6
6 അടി താഴ്ചയിലും 6 അടി നീളത്തിലുമൊക്കെ ആണ് കുഴിയെടുത്തിട്ട് നമ്മൾ ക്രിമേഷനൊക്കെ നടത്തുന്നത്. പക്ഷേ എങ്ങനെയാണ് ആ ശബ്ദം ഇവർക്ക് കേൾക്കാനായിട്ട് കഴിഞ്ഞത് എന്നുള്ളത് അറിയില്ല. അത് സംവിധായകനോട് തന്നെ ചോദിക്കേണ്ടതായിട്ട് വരും. നവാസ് സുലൈമാനോട് തന്നെ നമുക്കത് ചോദിക്കേണ്ടതായിട്ട് വരും. എങ്കിലും സിനിമ അവിടെ ഒരു തർക്കമൊക്കെ ഉണ്ടായി. തർക്കവിതർക്കങ്ങളിലൂടെ ആ കവറിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത്, തൻ്റെ മകൻ എന്താണ് സംഭവിച്ചത് എന്നറിയാനുള്ള ആകാംക്ഷ. പെണ്ണുങ്ങളൊക്കെ വരുന്നുണ്ട്. സുലൈമാൻ്റെ ഉമ്മയും സഹോദരിമാരൊക്കെ വരുമ്പോൾ യാഥാസ്ഥിതികരായിട്ടുള്ള മുസ്ലിങ്ങൾ പറയുന്നുണ്ട്, പെണ്ണുങ്ങൾക്ക് ഇവിടെ എന്താണ് കാര്യം, പള്ളിയിൽ എന്താണ് കാര്യം, പെണ്ണുങ്ങളെ പള്ളിയിൽ കയറ്റില്ലല്ലോ. അപ്പോൾ ഒരു പെൺകുട്ടി അയാളുടെ സഹോദരിയെ, ലുക്കുമാൻ അവതരിപ്പിക്കുന്ന മാസിൻ്റെ സഹോദരിയാണെന്ന് തോന്നുന്നു, ചോദിക്കുന്നുണ്ട്, മരിച്ചു കഴിഞ്ഞാൽ മയ്യത്തിന് പള്ളിയിൽ വരണ്ടേ, അത് അപ്പോഴല്ലേ, അപ്പോൾ കാണാം എന്നൊക്കെ പറയുന്നു. വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ആ ഒരു മതത്തിൻ്റെ സിനിമയിലൂടെ അത് കാണിച്ചത് കൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത്. വൈരുദ്ധ്യങ്ങളൊക്കെ എടുത്ത് കാണിക്കാനായിട്ടാണ് സംവിധായകൻ നവാസ് സുലൈമാൻ ഉദ്യമിക്കുന്നത്. പള്ളിയിൽ പെണ്ണുങ്ങൾക്ക് കയറാൻ പാടില്ല, പള്ളിയിൽ മയ്യത്ത് അടക്കത്തിന് വരാം. ഇത്തരം വൈരുദ്ധ്യങ്ങളൊക്കെ പരിഷ്കരിക്കേണ്ടതാണ് എന്നൊക്കെ ഉസ്താദ്, പുരോഗമനപരമായി ചിന്തിക്കുന്ന ഉസ്താദൊക്കെ പറയുന്നുണ്ട്. വലിയ ഉസ്താദും പറയുന്നുണ്ട്, ഇതൊക്കെ നമ്മൾ ജീവിക്കുന്നത് പുതിയ കാലഘട്ടത്തിലല്ലേ, അതനുസരിച്ച് വേണം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ എന്ന് അദ്ദേഹവും ഈ ഉസ്താദിനെ ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പോലീസുകാർ വന്നതിന് ശേഷം, പോലീസുകാരായിട്ട് വരുന്നത്, പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് വരുന്ന പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ വരുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് വരുന്നത് സണ്ണി വെയിനാണ്. സണ്ണി വെയിൻ ഒരു ട്രിക്ക് അവിടെ കാണിച്ചത് കൊണ്ടാണ് ഈ ലുക്കുമാൻ്റെ ശരീരം ജീർണിച്ചു പോകുന്നതിന് മുൻപ് തന്നെ അയാളുടെ മരണം സംഭവിച്ചില്ലായിരുന്നു എന്നുള്ള ആ രീതിയിൽ അയാളെ പുറത്തെടുക്കാനായിട്ട് സാധിക്കുന്നത്. കാരണം കളക്ടറോട് പോയി ചോദിക്കുകയും കളക്ടർ അനുവാദം കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ പിന്നീട് നമ്മൾക്കത് മനസ്സിലാവുന്നു, കളക്ടർ അനുവാദം കൊടുത്തു എന്നൊക്കെ പറയുന്നത് ഇയാൾ ഒരു ശൂന്യമായ ഒരു വെള്ള പേപ്പർ കാണിച്ചുകൊണ്ടാണ് പറയുന്നത്. ആ വെള്ള പേപ്പർ ഉസ്താദ് മാത്രമേ കണ്ടുള്ളൂ. അത് ബ്ലാങ്ക് പേപ്പറായിരുന്നു എന്ന്, കളക്ടറുടെ ഉത്തരവ് എന്ന് പറയുന്നത് ബ്ലാങ്ക് പേപ്പറായിരുന്നു എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ട്രിക്ക് അവിടെ കാണിച്ചില്ലായിരുന്നു എങ്കിൽ കളക്ടർ ഇയാൾ വിളിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം, തനിക്കെതിരെ നടപടിയെടുക്കും എന്നൊക്കെ പറയും, പോകൂലേ എന്നൊക്കെ പറഞ്ഞ് അത് ചുറ്റിക്കുട്ടി കളയുന്നുണ്ട്. ആ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ഈ രൂപേഷ് എന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥൻ. അങ്ങനെ പുറത്തെടുക്കുകയും അയാൾക്ക് ജീവിതം തിരിച്ചു കിട്ടുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു നടന്ന സംഭവത്തിൻ്റെ ഒരു പുനരാവിഷ്കാരം എന്നുള്ളൊരു രീതിയിലാണിത് പറയുന്നത്. എങ്കിലും നമുക്കിതിനകത്ത് ഈ ഉള്ളിൽ ഈ മണ്ണിനടിയിൽ കിടന്ന ആൾ എങ്ങനെ, ആ ആളുടെ ശബ്ദം എങ്ങനെ കേട്ടു എന്നുള്ളതൊരു പ്രശ്നമായിട്ടൊരു യുക്തിരാഹിത്യമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഏതായാലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും, അങ്ങനെയൊക്കെ സംഭവിച്ചു എങ്കിൽ പോലും, അവിടെ അങ്ങനെയൊക്കെ സംഭവിച്ചു എങ്കിൽ പോലും ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സംവിധായകന് സാധിച്ചിട്ടുണ്ട്. ഇത് രചന നിർവഹിച്ച അദ്ദേഹത്തിന് തന്നെ, നവാസ് സുലൈമാൻ തന്നെയാണ് രചന നിർവഹിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനും ഈ സിനിമയുടെ തിരക്കഥയിൽ അദ്ദേഹത്തിനും ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പങ്ക് വഹിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ അഭിനയത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കലാഭവൻ, ഹരിശ്രീ അശോകൻ കൊള്ളാവുന്ന തരത്തിലുള്ള അഭിനയമൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ട്. ആ പെൺകുട്ടികളും കൊള്ളാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ. ലുക്കുമാൻ ആയിട്ട് വരുന്ന ലുക്കുമാൻ ൻ്റെ അഭിനയം, അതൊരു അഭിനയമാണ് എന്ന് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പല സിനിമകളെ പറ്റി നമ്മൾ പറഞ്ഞ സമയത്തൊക്കെ അതിൻ്റെ ഛായാഗ്രഹണത്തെ പറ്റിയുള്ള നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ നോക്കൂ, ഇവിടെ സാധാരണ രീതിയിലുള്ളൊരു ഛായാഗ്രഹണമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് കാണാം, കാഴ്ചയ്ക്ക് സുഖം തരണം എന്നല്ല പറയുന്നത്, കാഴ്ച കാണണം. നമ്മളത് എന്താണ് അവിടെ നടക്കുന്നത് എന്ന് ആളുകൾക്ക് മനസ്സിലാവണം. അപ്പോൾ മാത്രമാണ് അത് പ്രേക്ഷകൻ്റെ ഹൃദയത്തിലേക്ക്, ആ പ്രേക്ഷകൻ്റെ ഹൃദയത്തിലേക്ക് അത് എത്തുന്നത്. അപ്പോൾ മാത്രമായിരിക്കും എത്തുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഈ സിനിമ, നവാസ് സുലൈമാൻ്റെ ഈ സിനിമ നമുക്ക് വെറുതെ കണ്ടിരിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ്. ആദിമധ്യാന്തം നമുക്ക് ബോറടിയൊന്നുമില്ല. ഈ സിനിമ നമ്മൾ കാണുന്നതിൽ ആദിമധ്യാന്തം നമുക്ക് യാതൊരു തരത്തിലുള്ള ബോറടിയും അനുഭവപ്പെടുന്നില്ല.
എന്നുള്ള കാര്യമാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ യുക്തിഭദ്രതയും യുക്തിരാഹിത്യവും മാറ്റിവെച്ചാൽ, ഈ പറഞ്ഞ രീതിയിലുള്ള യുക്തിരാഹിത്യമൊക്കെ നമ്മൾ മാറ്റിവെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിനിമ നമുക്ക് ആദിമധ്യാന്തം തന്നെ കണ്ടിരിക്കാവുന്ന ഒരു സിനിമയായിട്ട് വളർന്നിട്ടുണ്ട്, വികസിച്ചിട്ടുണ്ട്, അവസാനിപ്പിക്കാനായിട്ട് സംവിധായകന് കഴിഞ്ഞിട്ടുമുണ്ട്. അതാണ് ആദിമധ്യാന്ത പൊരുത്തം എന്ന് പറയുന്നത്. ആ ഒരു കവറിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു സംഗതി, അവിടെ നിന്നുള്ള ശബ്ദം ഇവരെങ്ങനെ കേട്ടു എന്നുള്ളതാണ് ഒരു പ്രസക്തമായ ഒരു ചോദ്യം. അതിന് ഒരിക്കലും സംഭവിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഈ ആസ്വാദകൻ എന്നുള്ള നിലയിൽ എൻ്റെ അഭിപ്രായം.